ായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളിൽ സമരം തുടരുന്നവരെ ആശുപത്രിയിലേക്ക് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ നടന്ന പരിശോധനയിൽ രാജേശ്വരിയുടെ ബ്ലഡ് ഷുഗർ നില ഗുരുതരമാം വിധം താഴ്ന്നതായി കണ്ടെത്തി. രക്തസമ്മർദ്ദം താഴ്ന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനാൽ രാജേശ്വരിയെ ആശുപത്രിയിലേക്ക് അടിയന്തരമായി നീക്കാൻ മെഡിക്കൽ സംഘം ആവശ്യപ്പെട്ടു. സമരനേതാക്കളുടെ സ്നേഹപൂർവമായ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയതോടെയാണ് രാജേശ്വരിയെ ആശുപത്രിയിലേക്ക് നീക്കാൻ പോലീസിനായത്. ആരോഗ്യനില മോശമായെങ്കിലും കൗസല്യയും ഗോമതിയും സമരം തുടരുകയാണ്. ഞങ്ങൾക്ക് വാശിയുണ്ട്, ഇതിൽ ഞങ്ങൾ വിജയിക്കണം. പെണ്ണുങ്ങളുടെ മാനത്തിൻ്റെ പ്രശ്നമാണ്. ഈ ഗവൺമെൻറ്റും ഈ പോലീസും എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ എന്ത് നടക്കുന്നുണ്ട്, എല്ലാം കോടതി അന്വേഷിക്കണം. അതേസമയം ടൂറിസം കേന്ദ്രമായ രാമക്കൽമേടിന് സമീപം മഞ്ഞനമേട്ടിൽ പാറത്തോട് വില്ലേജ് ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം 1.25 ഏക്കർ സർക്കാർ ഭൂമി ഒഴിപ്പിച്ചു. ഹോം സ്റ്റേ ആയി പ്രവർത്തിച്ചു വന്ന കെട്ടിടവും സീൽ ചെയ്തിട്ടുണ്ട്. വീട് വയ്ക്കാൻ ലഭിച്ച കൈവശരേഖയുടെ മറവിൽ ഭൂമി കൈയേറ്റവും റിസോർട്ട് നിർമ്മാണവും നടത്തിയതിനാലാണ് സർക്കാർ നടപടി. ജീഫ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.